സൗരയുഗത്തിലെ ജീവന്റെ ഉറവിടമായ ഗ്രഹം. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് അനിവാര്യമായ ഒരു ഊർജമാണ് പ്രണയം. പ്രണയം അതെത്ര സുഖമുള്ള വികാരമാണെന്ന് തിരിച്ചറിഞ്ഞ് ഒരു പ്രായം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. ഇതെന്റെ പ്രണയകഥയാണ്. എനിക്ക് അവളോടുള്ള സൗഹൃദം എപ്പോഴാണ് പ്രണയമായി മാറിയത് എന്ന് എനിക്കറിയില്ല. പക്ഷേ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറിയ നിമിഷം മുതൽ അവളുടെ ഓരോ ചലനത്തിനും പ്രത്യേക ഭംഗിയുള്ളതായി കണ്ടു. പല തവണ അവളുടെ ഇഷ്ടം തുറന്നു പറയണം എന്നെന്റെ മനസ്സ് പറഞ്ഞതാ. പക്ഷേ എന്നെ അവൾ എങ്ങനെ ജഡ്ജ് ചെയ്യും? ഈ ഫ്രണ്ട്ഷിപ്പ് തന്നെ ഇല്ലാതാവുമോ എന്ന പേടി കാരണം എനിക്കിത് പറയാൻ പറ്റുന്നില്ല. വൺ സൈഡഡ് ലവ് എന്ന് പറയുന്ന സാധനം കുറച്ച് പെയിൻഫുൾ ആണ്. എന്നാലും അവളെ അറിയാതെ ഞാൻ അവളെ പ്രണയിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ ഒരു ദിവസം എന്റെ ഇഷ്ടം അവളോട് തുറന്നു പറയാൻ ഞാൻ തീരുമാനിച്ചു. പുസ്തകങ്ങളെ സ്നേഹിച്ചിരുന്ന അവളോട് അക്ഷരങ്ങളിലൂടെ എന്റെ ഇഷ്ടം അറിയിക്കാനായി ഞാൻ ഒരുങ്ങി. പക്ഷേ അവളോടുള്ള പ്രണയം ഞാൻ വരികളാക്കി തീർക്കുമ്പോൾ മറുവശത്ത് അവൾ എന്നിൽ നിന്നും അകലുകയായിരുന്നു.
ഇനി എന്റെ കഥ പറയാം. എന്നു മുതലാണ് ഒരു ഫ്രണ്ട് എന്നതിനപ്പുറം അവളെ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് എന്നെനിക്കറിയില്ല. പക്ഷെ അവളറിയാതെ അവളെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥ ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു സിറ്റുവേഷനാണ്. ജീവിതത്തിലെ ഓരോ നിമിഷവും അവളോടൊപ്പമായിരുന്നു. പക്ഷെ ഇത് അവളോട് തുറന്നു പറയാൻ എനിക്ക് പറ്റില്ല. എന്നെ അവളൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ് കാണുന്നത്. ആ ഫ്രണ്ട്ഷിപ്പിന് എന്റെ ഈ പൊട്ട ഫീലിങ്സ് ഒരിക്കലും അഫക്ട് ചെയ്യാൻ പാടില്ല. പക്വതയില്ലാത്ത പ്രായത്തില് ഓരോ തോന്നലുകൾ. അവളോടുള്ള പ്രണയത്തിൽ നിന്ന് അകലാനായി ഞാൻ അവനിലേക്ക് അടുത്തു. പറയാതെ പോയ ചിലപ്പോഴൊക്കെ ഞാൻ എന്നോട് തന്നെ ചോദിക്കും, ഒരു പക്ഷെ എനിക്ക് ഫീൽ ചെയ്തതുപോലെ അവക്കും എപ്പോഴെങ്കിലും എന്നോട് പ്രണയം തോന്നിയിട്ടുണ്ടാകുമോ? പകരിരവുകളുടെ റബ്ബ് ഇഹപരമിലും തുണറബ്ബ് ചുഴലിനുടയോൻ റബ്ബ് റബ്ബോടിന്റെ